ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. രേവതി ആണെങ്കിൽ ആൻ്റണീനെ കണ്ട് സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് റോട്ടിൽ വെച്ചിട്ട് അനിയത്തീനെ കാണാണ്. അപ്പോൾ അനിയത്തി രേവതിയോട് ചോദിക്കുകയാണ്, സച്ചിയേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എല്ലാ ആളുകളെയും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമ്മുടെ ശരത്തിനെ ഇമാതിരി കൈയൊക്കെ ഒടിക്കുന്ന ഒരു വിധത്തിലാക്കിയിട്ട് ഇപ്പോൾ സച്ചിയേട്ടൻ മിണ്ടാതെ ഇങ്ങനെ നടക്കുകയാണല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. പിന്നീട് രേവതി ആണെങ്കിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രവിയേട്ടൻ ചോദിക്കുകയാണ്, മോളെ രേവതി നീ എപ്പോഴും പോയതാണ്, എവിടെയാണ് പോയി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ സച്ചിയേട്ടൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. സച്ചിയേട്ടൻ സത്യം പറഞ്ഞ നിരപരാധിയാണ്. ഇങ്ങനെ ആൻ്റണി എന്ന് പറയുന്ന ഒരാളുടെ നിന്ന് സച്ചിയേട്ടൻ്റെ കൂട്ടുകാർ കുറച്ച് കാശ് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻ്റണി പറഞ്ഞു. പിന്നീട് സച്ചിയേട്ടനാണെങ്കിൽ ആ കാറ് വിറ്റിട്ട് ആ കടങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്ത് അച്ഛാന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോൾ രവിയേട്ടൻ പറയാണ്, അല്ലെങ്കിൽ അവൻ നല്ലവനാണ് മോളെ, അവനെ നമ്മൾ അറിയാതെ കുറ്റപ്പെടുത്തരുതെന്നൊക്കെ പറയുകയാണ്. പിന്നീട് രേവതി ആണെങ്കിൽ റൂമിലേക്ക് പോകുമ്പോൾ സച്ചി അവിടെ ഉണ്ട്. അപ്പോൾ സച്ചിയേട്ടനോട് പറയാണ്, നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെച്ച കാര്യം ഞാൻ അറിഞ്ഞു. ആ ആൻ്റണി അവൻ ഇത്രയും ധൈര്യം എവിടുന്നാണ്, സച്ചിയേട്ടൻ അവൻ്റെ കാലിൽ വീണിട്ട് മാപ്പ് പറയണമെന്ന്, അവൻ ഇത്രയും മാത്രം ധൈര്യം എവിടുന്നാന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയണം, നീ എന്തിനാണ് അവിടെയൊക്കെ പോയിട്ട് അവനോട് സംസാരിക്കാൻ പോയത്? സംസാരിക്കുക മാത്രമല്ല അവൻ്റെ ചെവിക്കല്ല് നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം കൊടുക്കാനാണ് നിന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഈ പ്രോമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.